Hello dears, welcome back to iFirst CUT track. So, ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിറർ ആൻഡ് വാട്ടർ ഇമേജസ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ മിററിന്റെ മുന്നിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാട്ടറിന്റെ മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ വാട്ടറിൽ കാണുന്നത് അല്ലെങ്കിൽ ആ മിററിൽ കാണുന്നത് എന്ന് പറഞ്ഞത് ആ കറക്റ്റ് ഇമേജ് ആയിരിക്കോ, ആ എക്സാക്ട് സാധനമായിരിക്കും അതിൽ കാണുന്നത്? ആയിരിക്കില്ല അല്ലേ, ചെറിയ വ്യത്യാസം ഉണ്ടാവും, തിരിഞ്ഞായിരിക്കും കാണുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ തന്നെ ഒരു മിററിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അത് നേരെ തിരിഞ്ഞിട്ടായിരിക്കും എന്തിൽ കാണുന്നത്, മിററിൽ കാണുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു വേർഡ് ഒരു മിററിന്റെ മുന്നിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് പ്രതിഫലിച്ച് കാണാന്നുള്ളതായിരിക്കും, എങ്ങനെയായിരിക്കും അത് റിഫ്ലക്ട് ചെയ്യാന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തറിയണം? ആദ്യം തന്നെ എല്ലാ ലെറ്റേഴ്സും എങ്ങനെയായിരിക്കും മിററിൽ കാണുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ എ എടുത്തു നോക്കാം. എ എന്ന് പറയുന്ന ലെറ്റർ എടുത്തു നോക്കിയാൽ എനെ നമ്മൾ എന്താണ് മിററിൽ വെച്ചാലും എ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ബിയോ, ബി നേരെ തിരിഞ്ഞിട്ടാ കാണാം. ബിക്കോസ് എന്തായിരിക്കും, അതായത് മിററിൽ വെക്കുന്ന സമയത്ത് ഇതെന്താണ്, ഇത് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ് അല്ലേ, ഇത് റൈറ്റ്, ഇവിടെ ഇത് റൈറ്റ് ആണ്, ഇത് റൈറ്റ് പാർട്ടാണ്, ഇത് ലെഫ്റ്റ് പാർട്ടാണ്. നേരെ തിരിഞ്ഞിട്ടായിരിക്കും മിററിൽ വെക്കുമ്പോൾ വരിക. അതായത് ഇവിടെ ലെഫ്റ്റ് പാർട്ട് വരും, ഇവിടെ റൈറ്റ് പാർട്ട് വരും. ഓക്കെ, അതായത് ബീൻ്റെ റൈറ്റ് പാർട്ട് ഏതാണ്? റൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് ബീൻ്റെ റൈറ്റ് പാർട്ട്. ആൻഡ് ഏതായിരിക്കും ലെഫ്റ്റ് പാർട്ട്? ഈ ഒരു 3 എന്ന് എഴുതിയ ഇതാണ് ലെഫ്റ്റ് പാർട്ട്. അപ്പോൾ എന്തായിരിക്കും, ഇത് തിരിഞ്ഞായിരിക്കും മിററിൽ ഉണ്ടാവുക. അതായത് ലെഫ്റ്റ് പാർട്ട് ആയിട്ടുള്ള ഇതായിരിക്കും ആദ്യം വരിക, ദെൻ ഈ റൈറ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഒന്നും ചിന്തിക്കാനില്ല, നിങ്ങൾക്കുള്ള എന്താണോ വേർഡ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ ലെറ്റർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ആ ഒരു നമ്പർ നേരെ ലെഫ്റ്റ് പാർട്ട് എന്താവും, റൈറ്റിലേക്ക് മാറും, റൈറ്റ് എന്താവും, ലെഫ്റ്റിലേക്ക് മാറും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതെന്താണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. സ്മോൾ ലെറ്റേഴ്സും ഇതുപോലെ തന്നെ, ഇപ്പോൾ എ ആണെങ്കിൽ എ നേരെ തിരിഞ്ഞിട്ട് എൻ്റെ ലെഫ്റ്റ് പാർട്ട് എന്താവും, ഈ റൈറ്റിലേക്ക് വരും, റൈറ്റ് പാർട്ട് ലെഫ്റ്റിലേക്ക് വരും. അതുപോലെ ബിയും ഇങ്ങനെ തിരിഞ്ഞ് കാണാം. ഒക്കെ എന്താണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾക്ക് മാറിപ്പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം എന്താക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഇത് അങ്ങോട്ടാണല്ലോ വരിക, ഇത് ഇങ്ങോട്ടാണല്ലോ വരിക എന്നുള്ളത് എന്താക്കുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് എന്താണ്, നമ്പേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും തിരിഞ്ഞ് വരിക. 1 നോക്കിയേ, 1ൻ്റെ ഈ ഒരു പാർട്ട് ആദ്യത്തതിൽ എന്തായിരുന്നു, റൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ടാമത്തേതിൽ അത് ലെഫ്റ്റിലേക്ക് മാറി. ഓക്കെ, രണ്ടാമത്തേതിൽ അത് ലെഫ്റ്റിലേക്ക് മാറി, അങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ അപ്പോൾ ഇങ്ങനെയായിരിക്കും മിററിൽ ഈ ഇമേജ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. ഇഫ് ദ മിറർ ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ദെൻ ഐഡന്റിഫൈ ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ഒബ്സ്റ്റിനേറ്റ്. ഓക്കെ, ഒബ്സ്റ്റിനേറ്റിന്റെ കറക്റ്റ് മിറർ ഇമേജ് എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, നമുക്കൊന്നുമില്ല, ആദ്യം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെന്താണ്, ഇത് റൈറ്റ് പാർട്ടാണ്, ഇത് ലെഫ്റ്റ് പാർട്ടാണ് അല്ലേ, ഇത് റൈറ്റ് പാർട്ടാണ്, ഇത് ലെഫ്റ്റ് പാർട്ടാണ്. ഈ റൈറ്റ് പാർട്ട് എന്താവും, ലെഫ്റ്റിലോട്ട് പോകും, ലെഫ്റ്റ് എന്താവും, റൈറ്റിലേക്ക് വരും. അതായത് ആദ്യം ഒ വരും, ലാസ്റ്റ് ആണ് ഇ വരിക. ഓക്കെ, ആദ്യം ഒ ആയിരിക്കും വരിക, ലാസ്റ്റ് ആണ് ഇ വരിക. ഓക്കെ, അത് ആദ്യം ആലോചിക്കുക. ദെൻ നമുക്ക് എന്താണ്, ഓൻ എങ്ങനെയായിരിക്കും നമ്മൾ മിററിൽ കാണുക, ഓനെ നമ്മൾ തിരിച്ചിട്ടാലും ഓ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ. ദെൻ ഈനെ എങ്ങനെയാണ് മിററിൽ കാണുക, ഈനെ നമുക്ക് എങ്ങനെയായിരിക്കും, ഈനെ നമ്മൾ മിററിൽ കാണുക നേരെ തിരിഞ്ഞായിരിക്കും, അതായത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആദ്യം നോക്കേണ്ടി ഓ ആദ്യം വരെ ഈ അവസാനം വരെ ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഏതാണ്, ഓ ആദ്യം, സോറി എന്നോട് മാറിപ്പോയിട്ടുണ്ട്, അതായത് ഇ ആണ് അല്ലേ. ഇവിടെ തുടങ്ങിയത് ഒബ്സ്റ്റിനേറ്റിൽ എന്താണ്, ഒ ആണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും, മിററിൽ എന്തായിരിക്കും, ഇ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക, ആൻഡ് ഒ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എന്താണ്, ഇ എങ്ങനെയായിരിക്കും, ഈ തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, ഒ കറക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റ് വരെയും ഒ ലാസ്റ്റ് വരെയും ചെയ്യുന്ന ഏതൊക്കെയാണ്, ഈ 3 എണ്ണമാണ് അല്ലേ, 2, 3. ഇത് നമുക്ക് ഒഴിവാക്കാം. ഇതെന്താണ്, എസ് ആണ് ഫസ്റ്റ് വരുന്നത്, അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, ഇ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്, ഇതുണ്ടാവില്ല. അപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ, ദെൻ ഈ നോക്കിയേ, ഈ എന്ന് പറഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ട് ഈ അങ്ങനെ തന്നെയാണ് ഉള്ളത്. എങ്ങനെയാണ്, മിററിലും വാട്ടറിലും ഒരിക്കലും എന്താവില്ല, ഈ കറക്റ്റായിട്ട് കാണില്ല, ഈ തിരിഞ്ഞിട്ടായിരിക്കും കാണുക. ലെഫ്റ്റ് പാർട്ട് റൈറ്റിലേക്കും പോകും, റൈറ്റ് പാർട്ട് ലെഫ്റ്റിലേക്കും പോകും. സോ എന്തായിരിക്കും കറക്റ്റ് ആൻസർ, ഇതും തെറ്റാണ്, ഇതായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ ഇഫ് ദ മിറർ ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ദെൻ ഐഡന്റിഫൈ ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ANS43Q12.
അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റിലുള്ളത് എന്താവും റൈറ്റിലേക്ക് പോകും, റൈറ്റിലുള്ളത് ലെഫ്റ്റിലേക്ക് പോകും. ഫസ്റ്റ് വരുന്നത് ഈ 2 ആയിരിക്കും ആൻഡ് ലാസ്റ്റ് വരുന്നത് ഈ ഫസ്റ്റത്തെ എ ആയിരിക്കും. ആൻഡ് നമുക്കറിയാം എന്ത് എനെ മിററിൽ കാണുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് എന്താണ് 2 എങ്ങനെയായിരിക്കും 2 നേരെ ഈ പാർട്ട് ഇങ്ങോട്ടും പോവും, റൈറ്റ് പാർട്ട് ലെഫ്റ്റിലോട്ടും പോവും, ലെഫ്റ്റ് പാർട്ട് റൈറ്റിലേക്കും പോവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 ഫസ്റ്റും എ ലാസ്റ്റും വരുന്ന ഇതിൽ ഏതൊക്കെയാണ് 2 ഫസ്റ്റും ഈ എ ലാസ്റ്റും വരുന്നത്? ഇതല്ല, ഇത് 2 അല്ല അല്ലേ, ഇതും 2 അല്ല, ഇത് 2 ആണ്, ഇതും 2 അല്ല. അപ്പോൾ എന്താണ് ഇതാണ് നമ്മളെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കണ്ടേ ഈ നമുക്ക് തന്നിട്ടുള്ളതിനെ നേരെ തിരിച്ചിട്ടാൽ എന്തായിരിക്കും ആദ്യം വരുന്നത് നോക്കുക. ദെൻ ഓപ്ഷനിൽ അത് ഏതൊക്കെയാണ് ഉള്ളത് നോക്കുക. ദെൻ അടുത്തത് ഓരോന്നായിട്ട് അതിൻ്റെ മിറർ ഇമേജ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, then if the mirror is placed vertically then identify the correct mirror image of 2 4 7 5 9 6 എന്നാ പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും വരിക? ആദ്യം ഏതായിരിക്കും ഏത് നമ്പർ ആയിരിക്കും വരിക? 6 ആയിരിക്കും അല്ലേ, ഫസ്റ്റ് 6 ആയിരിക്കും വരിക ആൻഡ് ലാസ്റ്റ് വരിക 2 ആയിരിക്കും. അപ്പോൾ 6 ഫസ്റ്റും 2 ലാസ്റ്റും വരുന്ന ഏതൊക്കെയാണ്? ഇതിൽ 6 ഫസ്റ്റ് ആണ്, ദെൻ ഇതിൽ 6 ഇല്ല, ദെൻ ഇതിലില്ലല്ലോ, ഇതിൽ 9 ആണ്, ദെൻ ഇതിലും 6 ഫസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ദെൻ 6 ഫസ്റ്റും 2 ലാസ്റ്റും വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ 6 എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? 6നെ നമ്മൾ തിരിച്ചിട്ടാൽ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. ദെൻ 2നെ എങ്ങനെ ആയിരിക്കും തിരിച്ചിട്ടാൽ കിട്ടുക? 2 ഇങ്ങനെ കിട്ടും അല്ലേ, അങ്ങനെയല്ലേ കിട്ടുക. അപ്പോൾ നോക്കിയേ ഇവിടെ നോക്ക്, ഇവിടെ 6 കറക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഈ 6 നോക്കിയേ, ഇത് തിരിഞ്ഞിട്ടൊന്നുമില്ല, ലെഫ്റ്റ് റൈറ്റിലേക്കും റൈറ്റ് ലെഫ്റ്റിലേക്കും ഒന്നും പോയിട്ടില്ല, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ എന്താണ് ഒരിക്കലും ഈ ഓപ്ഷൻ വരില്ല അല്ലേ, മിററിൽ ഒരിക്കലും ഇങ്ങനെ കാണില്ല. അപ്പോൾ എന്തായിരിക്കും നമ്മൾ കറക്റ്റ് ആൻസർ? ഇതാണ് നമ്മൾ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ മിറർ ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ദെൻ ഐഡന്റിഫൈ ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് നാഷണൽ. നാഷണലിന്റെ കറക്റ്റ് മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നാഷണൽ എങ്ങനെയായിരിക്കും? L ഫസ്റ്റ് വരും, N ലാസ്റ്റ് വരും അല്ലേ. L ഫസ്റ്റ് വരും, N ലാസ്റ്റ് വരും. ഏതൊക്കെയാണ് അങ്ങനെയുള്ളത്? ഇതിൽ L ഫസ്റ്റ് ആണ്, N ലാസ്റ്റ് ആണ്, ഇതിലും L ഫസ്റ്റ് ആണ്, ഇതിലും L ഫസ്റ്റ് ആണ്. ഇത് 4 L ഫസ്റ്റും N ലാസ്റ്റും വരുന്നതാണ്. ദെൻ നമുക്ക് നോക്കാം L എങ്ങനെയായിരിക്കും? ഇതിൻ്റെ റൈറ്റ് പാർട്ട് ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് പാർട്ട് റൈറ്റിലേക്കും പോയാൽ ഇങ്ങനെ വരും. N എങ്ങനെയായിരിക്കും? N എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ L ഇവിടെ നോക്കിയേ, ഇതിങ്ങനെ തന്നെയാണ്, ഇതിൽ L കറക്റ്റാണ് ഉള്ളത്. സോ എന്തായിരിക്കും? ഈ ഒരു ഓപ്ഷൻ അല്ല. N നോക്കിയേ, N ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, ഇതും കറക്റ്റാണ്, ഈ 3 N കറക്റ്റാണ് അല്ലേ. ദെൻ ബാക്കിയുള്ള എന്നോ ഇവിടെ നോക്കിയേ, ഈ N നോക്കിയേ, ഈ N കറക്റ്റ് അല്ലല്ലോ, ഈ N ഇങ്ങനെ നേരെ തന്നെ എഴുതിയത്, മിററിൽ ഒരിക്കലും കറക്റ്റായിട്ട് കാണില്ല. സോ ഇതെന്താണ്? ഇതും തെറ്റാണ്. ദെൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ഇനി മിറർ ഇമേജ് നമ്മൾ പഠിച്ചതൊന്നും ആലോചിച്ച് നോക്കാം. T ഒന്ന് നോക്കിയേ, T എങ്ങനെയായിരിക്കും മിറർ വരിക? മിററിൽ ഈ T എങ്ങനെയായിരിക്കും മിററിൽ വരിക? നേരെ തിരിഞ്ഞാലും ഈ T ഇങ്ങനെ തന്നെ വരിക. ഇവിടെ നോക്കിയേ, നേരെ തല കുത്തനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരിക്കലും ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. സോ എന്താണ് സെക്കൻഡാണ് നമ്മൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡാണ് നമ്മൾ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇമേജ് ആണ് കേട്ടോ, ഇമേജ് ആണ്, വേർഡ്സ് അല്ല, നമ്പേഴ്സും അല്ല, ഇമേജ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് മിറർ ഇമേജും വാട്ടർ ഇമേജും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ കുറേ ആലോചിക്കാനൊന്നും നിൽക്കരുത്. ലെഫ്റ്റ് റൈറ്റിലോട്ടും പോവും, റൈറ്റ് ലെഫ്റ്റിലോട്ടും പോവും. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ഇമേജിൻ്റെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാല് അല്ലേ. ഓരോന്നായിട്ട് നോക്കിയാൽ മതി. ഈ ഒരു കാല് നോക്കിയേ, ഈ ഒരു കാല് എന്താണ്? ഇപ്പം നമുക്ക് ഉള്ളത് റൈറ്റിലാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ലെഫ്റ്റിലോട്ട് പോകണം. ഓക്കെ, ലെഫ്റ്റിലോട്ട് പോയ ഏതൊക്കെയാണ്? ഇതും ഈ 3 ലെഫ്റ്റിലോട്ട് പോയേ. ഇത് കറക്റ്റായിട്ട് റൈറ്റിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സോ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഈ 3 ഇനി നോക്കാം. 3 ഇവിടെ നോക്കിയേ, ഇവിടെ ലൈൻസ് ഉള്ള ഭാഗം എവിടെയാണ്? റൈറ്റിലാണുള്ളത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലാണ്, ഇവിടെ റൈറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ എന്താണ്? ഇതും തെറ്റാണ്. ആൻഡ് ഇതോ ഇവിടെ റൈറ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ഏതാണ് നമ്മൾ കറക്റ്റ് ആൻസർ? B എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ B ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് മിറർ ആൻഡ് വാട്ടർ ഇമേജസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഈ ലെഫ്റ്റ് പാർട്ടിലുള്ള ഭാഗം റൈറ്റിലോട്ട് പോകും, റൈറ്റ് പാർട്ടിലുള്ള ഭാഗം ലെഫ്റ്റിലോട്ട് പോകും. ഓക്കെ, ആൻഡ് എന്താണ് നമുക്കൊരു വലിയ വേർഡൊക്കെ തന്നിട്ടുള്ളതെങ്കിൽ അവസാനത്തെ ലെറ്റർ എന്തായിരിക്കും? ഫസ്റ്റിലായിരിക്കും ഉണ്ടാവുക, ഫസ്റ്റത്തെ ലെറ്റർ ലാസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതൊന്നും ആലോചിച്ചാൽ നിങ്ങൾക്ക് മിറർ ആൻഡ് വാട്ടർ ഇമേജസിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലോണം ചെയ്യുക. നല്ലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ എത്തട്ടെ കേട്ടോ. ദെൻ ഗുഡ് ലക്ക്, ബൈ ബൈ.